കൈകളിൽ കാൽകളിൽ ആണികൾ തറച്ചു, മുൾമുടി ചൂടിനാൻ പൊൻസിരസതിന്മേൽ നിന്നയും ദുഷിയും പീഡയും സഹിച്ചു. ദിവ്യമാം രുധിരം ചൊരിഞ്ഞു നിനക്കാ കരുണയായി നിന്നെ വിളിച്ചിടുന്നു, കരുണയായി നിന്നെ വിളിച്ചിടുന്നു. ഹീനമനുജനനം എടുത്ത യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. ഹീനമാനു ജനനം എടുത്ത യേശുരാജൻ നിൻ സമീപേ നിൽപ്പൂ. ഏറ്റുകൊള്ളവനെ തള്ളാതെ, ഏറ്റുകൊള്ളവനെ തള്ളാതെ. ഹലോ, പ്രൈസ് ലോർഡ്. എന്തുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? കണ്ടിട്ട് കുറേ നാളായി. ഫ്രഷായിട്ട് ഒരു മെസ്സേജ് അയക്കാൻ നോക്കിയിട്ട് സമയം ഒന്നാതെ കിട്ടിയില്ല, അതാണ് സത്യം. നിങ്ങളെ അടുക്കൽ വരണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ 2 മാസമായിട്ട് അവൻ ഫ്രഷ് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, അധികം സമയം ഞാൻ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത്. എന്നാൽ ഈ നാളെ മുതൽ ദൈവം അനുവദിച്ചാൽ 20-ാം തീയതി മുതലാണ് ഞാൻ ഉദ്ദേശിച്ചത്. 1-2 കാര്യങ്ങൾക്ക് ഇടയ്ക്ക് 20-ാം തീയതിക്ക് ഇടയ്ക്ക് സ്വതന്ത്രം 1-2 മെസ്സേജ് ചിലപ്പം വന്നെന്ന് വരികയില്ല, എങ്കിലും നിങ്ങൾക്ക് മാക്സിമം സന്ദേശം എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതായിരിക്കും. എന്നാ കൊണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു? മറന്നുപോയോ ഈ ഉപദേശിനെ? മറക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ പിൻബലവും ഒക്കെ ഉള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കേൾക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും സന്ദേശം? ആമേൻ. പഴയ സന്ദേശങ്ങളൊക്കെ 2018-ലെയും 2019-ലെയൊക്കെ ആയിരുന്നു ഞാൻ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇട്ടുകൊണ്ടിരുന്നത്. 2018-ൽ ഞാൻ ചെയ്ത ചില സന്ദേശങ്ങൾ എൻ്റെ കയ്യിൽ പോലും ഇല്ല. അത് ചിലർ അവരുടെ യൂട്യൂബിനകത്തൊക്കെ അവരുടെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അയച്ചു തന്നു. അത് തന്നെയാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് അയച്ചു തരാനിടയായ. ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? സുഖമായിരിക്കുന്നോ? ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം. ഞാനും സുഖമായിരിക്കുന്നു, കുടുംബമായിട്ട്. നല്ല മഴ പുറത്തുണ്ട്, എങ്കിലും ദൈവത്തിൻ്റെ മഹാകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഗതസമനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെ നമുക്കറിയാം, അല്ലേ? ഗതസമനയിൽ കൂടെ പ്രാർത്ഥിക്കാൻ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് കൂടെ പ്രാർത്ഥിക്കാനുണ്ട്. പക്ഷെ കർത്താവ് കുറച്ച് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലേ? പ്രാർത്ഥിക്കുന്നത് എല്ലാവരെയും അങ്ങ് മാറ്റി നിർത്തി 11 പേരും കുറച്ചപ്പുറം മാറിയിരിപ്പുണ്ട്. അതിനകത്ത് ഒരു 3 പേരുടെ സർക്കിൾ വേറെ ഉണ്ട്. പിന്നീട് കുറച്ചുകൂടെ വേറിട്ട് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ പ്രാർത്ഥന പോലെ അല്ല പ്രിയരെ. എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ചേച്ചി പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു വിടുന്നത് ചിലർ നമ്മളെ പറഞ്ഞേൽപ്പിച്ചേക്കുന്ന കാര്യം പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി അതിൻ്റെ വേദന മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്ന ഒരു ചുരുക്കം ആളുകളെ ഉള്ളൂ. സ്തോത്രം. ഇപ്പം നിങ്ങൾ എന്നോടൊരു വിഷയം പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ഒരു പക്ഷെ ഞാനും മനുഷ്യനായതുകൊണ്ട് ചിലപ്പോൾ ആ വിഷയത്തെ എത്രത്തോളം ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് ദൈവം തമ്പുരാന് മാത്രമേ അതിൻ്റെ ആഴം മനസ്സിലാവൂ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 40-ാമത്തെ വാക്യം മുതൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ആ സ്ഥലത്തെത്തിയപ്പോൾ അവൻ അവരോട്, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ വളരെ നെടുവീർപ്പോടെ കലങ്ങി ഉള്ളം നൊന്ത് വേദനിച്ച് സ്തോത്രം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലേ?
ഈ പാനപാത്രം ഒന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ പെട്ടെന്ന് തന്നെ പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ഈ പ്രാർത്ഥിക്കുന്ന സമയം യേശുവിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് നാം നന്നായിട്ട് മനസ്സിലാക്കണം. സ്തോത്രം. ശരീരത്തിൻ്റെ അവസ്ഥ വളരെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ശരീരം ആ നിമിഷമുള്ളത്. സ്തോത്രം. കൂടെയുള്ളവർ പ്രാർത്ഥിക്കാൻ ഒരു പിൻബലം തരുമെന്ന പ്രതീക്ഷയിൽ കുറച്ചുപേർ അപ്പുറത്തിരിപ്പുണ്ട്. പക്ഷേ എന്തിനു പറയാൻ അല്ലേ, പ്രാർത്ഥനയ്ക്ക് പിൻബലം തരുമെന്ന് വിചാരിച്ചവരൊക്കെ ഉറക്കം തുടങ്ങി. സ്തോത്രം. ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കർത്താവ് ആ തോട്ടത്തിനകത്ത് എന്നെയും നിങ്ങളെയും ഓർത്തിട്ട്, സ്തോത്രം, വേവലാതിപ്പെടുക. ഹല്ലേലൂയ. വേറെ ഒരു വഴി മാനവരക്ഷയ്ക്ക് ഇല്ല എന്നുള്ളത് കർത്താവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ തന്നെ കർത്താവ് പറയാണ്, കഴിയുമെങ്കിൽ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കുക. ഇന്ന് രാവിലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടായിരിക്കും എഴുന്നേറ്റ് രാവിലെ അല്ലേ? എങ്ങനെയുണ്ട് നമ്മുടെ പ്രാർത്ഥന? ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു സുഖമുണ്ട്. പക്ഷേ ചില നിമിഷങ്ങൾ കൂട്ടുകാർ പോലും പ്രാർത്ഥിക്കാനുണ്ടായില്ല. കൂടപ്പുറപ്പെ, സ്വന്തം വീട്ടുകാർ പോലും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വേദനയിൽ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ കൂടെ കടന്നു വരികയില്ല. സ്തോത്രം. ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. ഗതസമന തോട്ടത്തിൽ ഏകനായി മുട്ടുകുത്തി വിയർപ്പൊഴുക്കി രക്തധമനികളിൽ കൂടെ രോമകൂപങ്ങളിൽ കൂടെ പുറത്തേക്ക് വമിച്ച രക്തത്തുള്ളികൾ ആ തോട്ടത്തിനകത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി ഒഴുകിയെങ്കിൽ അത്രയ്ക്കും വില കൊടുത്ത ആ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സഹോദരി, നിന്റെ കൂടെയുണ്ട്. സഹോദര, നിന്റെ കൂടെയുണ്ട്. കുഞ്ഞെ, മാതാവേ, പിതാവേ, ദേവദാസനെ, കൂടെ ദൈവമുണ്ട്. സ്തോത്രം. ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ലെങ്കിലും, ആരും നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാനില്ലെങ്കിലും, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. യേശു നിങ്ങളുടെ കൂടെയുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. ഭാരപ്പെടണ്ട, പ്രയാസപ്പെടണ്ട. ഈ പ്രതിസന്ധിയെ നിങ്ങൾ തരണം ചെയ്യും. സ്തോത്രം. ആ കാര്യം ദൈവം നിങ്ങൾക്ക് നടത്തി തരും. വിശ്വസിക്കുക, കർത്താവിൽ വിശ്വസിക്കുക. കാരണം വേറെ ആരിലും വിശ്വസിക്കരുത്, ഒരു മനുഷ്യൻ വിശ്വസിക്കരുത്, ഒരു മനുഷ്യന്റെ വാക്കിലും വിശ്വസിക്കരുത്. യേശുവിൽ വിശ്വസിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെയുണ്ട്. സഹോദരി, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. സഹോദര, കുഞ്ഞെ, ഇപ്പോൾ നീ ഭാരപ്പെടുന്ന ആ വിഷയത്തിന് കർത്താവ് നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ഗതസമനിൽ ഒറ്റയ്ക്കാണെങ്കിലും വിടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, നെഞ്ചു പൊട്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അവിടെ പേടിക്കണ്ട കേട്ടോ, കർത്താവ് നിങ്ങളെ സഹായിക്കും. ആമേൻ. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. കണ്ട, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യനെ, നിനക്ക് വേണ്ടി ദൈവം അതുവരെ ഇല്ലാത്ത ഒരു പരിപാടി നിനക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി തന്നെ ഒരു ദൂതനെ ദൈവം അവിടേക്ക്, ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിലേക്ക്, ആ ദുഃഖത്തിന്റെ ഘട്ടത്തിലേക്ക്, ആ വേദനയുടെ മധ്യയിലേക്ക് ദൈവം ഇറക്കി വിടും. പ്രാർത്ഥിച്ചാൽ മാത്രം മതി.
ഏകനായി പ്രവർത്തിക്കുന്ന ദൈവം. ആർക്കും തൻ്റെ മഹത്വം വിട്ടുകൊടുക്കാൻ കർത്താവിന് താല്പര്യമില്ല. അതുകൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. വേദനിക്കുകയാണോ? മാനസികമായി തകർന്നിരിക്കുകയാണോ? എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഭാരപ്പെടുകയാണോ? ഈ മാസം എങ്ങനെ തള്ളി നീക്കും? വാടക കൊടുക്കാൻ കാശില്ല, കുഞ്ഞുങ്ങളുടെ ഫീസ് കെട്ടാൻ കാശില്ല, ഒരു സ്കൂൾ ബാഗ് പോലും മേടിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്ന വ്യക്തിയാണോ? നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥന മാത്രമല്ല, ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ സുഹൃത്തുക്കളെ, ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു കുഞ്ഞിനെങ്കിലും ഒരു കുടയോ ബാഗോ മേടിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് അത് മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്തോത്രം. അതും കൂടെ കൂടുമ്പോഴാണ് പ്രാർത്ഥനയാകുന്നത്. സ്തോത്രം. ഞാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കണ്ണടച്ചട്ടെ. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ ഈ വാത്സല്യമുള്ള സഹോദരന്മാരുമായി ഞാൻ ഒരുമിച്ച് അടുത്ത് വരികയാണ്. വളരെ പ്രതിസന്ധിയുടെ നടുവിൽ വേദനയുടെ മധ്യയിലാണ് അവരായിരിക്കുന്നത്. ഈ നിമിഷം തന്നെ കർത്താവ് അവർക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ കലവറ തുറന്ന് അവരെ സഹായിക്കണമേ. കർത്താവെ, അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ അങ്ങ് അവരുടെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ അങ്ങനെ സല്ലാഹിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, സമർപ്പിക്കുന്നു. ഏകാന്തത നടുവിൽ തനിയെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം അവർ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, മറക്കല്ലേ, ആ തോട്ടത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുമിച്ചാണ് കയറിയത്. പക്ഷേ പ്രാർത്ഥിക്കാനുള്ള ഇരിപ്പ് പല സ്ഥലത്തായിട്ട്, പല ഗ്രൂപ്പായിട്ടിരിക്കുക. എന്നാൽ ഇവിടെ വിഷയം യേശു ക്രിസ്തു മനസ്സ് തകർന്ന് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന നിമിഷമാണ്. എന്തിനു വേണ്ടിയാ? എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി. ആ പ്രാർത്ഥനയാണ് നമ്മളെ അവൻ്റെ അടുക്കൽ മക്കളാക്കി തീർത്തത്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കും.